Hello dear learners, welcome back to Summary Spot. If you are new to this channel, welcome to Summary Spot. So in this video, we are going to discuss a chapter. The genre takes shape, excerpt from Stirring and Searchings. അപ്പം നമ്മളുടെ ഈ ഒരു ബുക്കിലെ ഇൻട്രൊഡ്യൂഷൻ ട്രാവൽ നറേറ്റീവ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. സോ ദ ജോണർ ടേക്സ് ഷേപ്പ്. എങ്ങനെയാണ് ഈ ഒരു ജോണർ എന്ന് പറയുന്നത് എന്താ? ട്രാവൽ നറേറ്റീവ്സ് അല്ലേ, അതെങ്ങനെയാണ് അതിൻ്റെ ഷേപ്പിലേക്ക് വരുന്നത് എന്ന്. ഓക്കെ, അതാണ് ഈ ഒരു ഇതിൽ വരുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്. ഓക്കെ, ദിസ് ഈസ് ആൻ എക്സെപ്റ്റ് ഫ്രം സ്റ്റിറിങ്സ് ആൻഡ് സെർച്ചിങ്സ്. സോ സ്റ്റിറിങ്സ് ആൻഡ് സെർച്ചിങ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ ഒരു പോർഷൻ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ദിസ് ഇസ് റിട്ടൺ ബൈ വില്യം എച്ച് ഷെർമാൻ. സോ ഹി വാസ് ബോൺ ഇൻ മിനസോട്ട. ദെൻ അദ്ദേഹത്തിൻ്റെ കരിയർ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. വീഡിയോ വളരെ ഷോർട്ടാക്കാൻ വേണ്ടി നമുക്ക് ഓഥറിൻ്റെ ഡീറ്റെയിൽസ് അത്ര ആവശ്യമില്ലാത്തതുകൊണ്ട് നേരെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. വൺ തിങ്, ഓഥർ ഇസ് റിക്കഗ്നൈസ്ഡ് ഫോർ ഹിസ് വർക്ക് ഇൻ ഏർലി മോഡേൺ സ്റ്റഡീസ്. ഏർലി മോഡേൺ സ്റ്റഡീസാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് വരുന്നത്. അതിനാണ് അദ്ദേഹം റിക്കഗ്നൈസ്ഡ് ആയത്. ഓക്കെ, സോ ദ ജോണർ ടേക്സ് ഷേപ്പ് എന്ന് പറയുന്ന ഈ ഒരു എക്സെപ്റ്റ്, ഈ ഒരു പീസ് സ്റ്റിറിങ്സ് ആൻഡ് സെർച്ചിങ് എന്ന് പറയുന്ന ചാപ്റ്ററിലേതാണ്. ആൻഡ് ഇറ്റ് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ ദ കാംബ്രിഡ്ജ് കമ്പാനിയൻ ടു ട്രാവൽ റൈറ്റിംഗ്. ദ കാംബ്രിഡ്ജ് കമ്പാനിയൻ ടു ട്രാവൽ റൈറ്റിംഗിലാണ് ഇത് വന്നിട്ടുള്ളത്. സോ ദ ചാപ്റ്റർ ലുക്സ് അറ്റ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് വേരിയസ് കാറ്റഗറീസ് ഓഫ് ട്രാവൽ റൈറ്റേഴ്സ് ആൻഡ് അറ്റംപ്റ്റ്സ് ടു ഡിസ്ക്രൈബ് ദ ചേഞ്ചിങ് റോൾസ് പ്ലേഡ് ബൈ ഈച്ച് ബിറ്റ്വീൻ 1500 to 1720. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് പല കാറ്റഗറിയിലുള്ള ട്രാവൽ റൈറ്റേഴ്സിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ, പിന്നെ എങ്ങനെയാണ് 1500 മുതൽ 1720 വരെ ആ ഒരു പീരിയഡിലുള്ള ചേഞ്ചസ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സെപ്റ്റ്, ഈ ഒരു പീസ് ദാറ്റ് എക്സ്പ്ലോർസ് ഹൗ ദ ഏർലി മോഡേൺ ട്രാവൽ റൈറ്റിംഗ് വാസ് ഹൈലി കയോട്ടിക്. അപ്പം ഏർലി മോഡേൺ ട്രാവൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ മോഡേൺ ട്രാവൽ റൈറ്റിംഗ് അതെന്ന് പറഞ്ഞാൽ കയോട്ടിക് ആയിരുന്നു. കയോട്ടിക് മീൻസ് ഒരു കൺഫ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ പലതിൻ്റെ ഒരു മിക്സ്ചറൊക്കെ ആയിട്ട് ഒരു ക്ലാരിറ്റി ഇല്ലാതെ. ഓക്കെ, അപ്പം ട്രാവൽ നറേറ്റീവ് എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൽ ബൈ ദ ലേറ്റ് 16th centuryയിലെ കാര്യമാണ് പറയുന്നത്. ബൈ ദ ലേറ്റ് 16th century എ മോർ സ്ട്രക്ചേർഡ് ഫോം എമേർജ്ഡ്. അപ്പോൾ ലേറ്റ് 16th century ആയപ്പം കുറച്ചും കൂടി ഒരു സ്ട്രക്ചേർഡ് ഫോം വന്നു, റിപ്പോർട്ട് അല്ലെങ്കിൽ റിലേഷൻ എന്നുള്ള പേരിൽ, വിച്ച് കമ്പൈൻ നരേറ്റീവ് വിത്ത് ജിയോഗ്രഫിക് ആൻഡ് എത്നോഗ്രഫിക് ഒബ്സർവേഷൻസ്. അതിൽ ജിയോഗ്രഫിക് ഒബ്സർവേഷൻസും എത്നോഗ്രഫിക് ഒബ്സർവേഷൻസും ഉണ്ടായിരുന്നു. ജിയോഗ്രഫിക് ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓഫ് കോഴ്സ് ജിയോഗ്രഫി, ആ ഒരു ഏരിയ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലേ, അതിൻ്റെ ഒരു പ്രകൃതിയൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒബ്സർവേഷൻസ്. എത്നോഗ്രാഫിക് ഒബ്സർവേഷൻസ് എന്ന് വെച്ചാലോ, എത്നോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ ഈ നരവംശജർ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ്, അവരുടെ കൾച്ചർ, അവരുടെ കസ്റ്റംസ്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഈ രണ്ട് ഒബ്സർവേഷൻസും കമ്പൈൻ ചെയ്തിട്ടാണ് റിപ്പോർട്ട് റിലേഷൻ അതിൽ വരാറുള്ളത്. കുറച്ചും കൂടി ഒരു സ്ട്രക്ചേർഡ് ഫോമാണ് അത് പറയുന്നത്. ഓക്കെ, ഏത് സമയത്തുള്ള ലേറ്റ് 16th centuryയിലുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, നരേറ്റീവ് വോയിസ് ഓൾവേസ് ഷിഫ്റ്റഡ് ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് തേർഡ് പേഴ്സൺ. ഈ നരേറ്റീവ്സ്, ഈ റൈറ്റിങ്സ്, ആ ട്രാവൽ റൈറ്റിങ്സ് അന്നത്തത് ഒന്നെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ വ്യൂലോ അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ വ്യൂലോ ആയിരിക്കും ഉണ്ടാവുക. ഓഥർ ഫോക്കസ് ചെയ്യുക ഒന്നെങ്കിൽ ട്രാവലേഴ്സിൽ അല്ലെങ്കിൽ അവർ എൻകൗണ്ടർ ചെയ്യുന്ന പ്രശ്നങ്ങളെ, ഓക്കെ, അവർ ഫേസ് ചെയ്യുന്ന അവരുടെ എക്സ്പീരിയൻസിനെ, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ഓഥർ ഫോക്കസ് ചെയ്യുക അന്നത്തെ ട്രാവൽ റൈറ്റിങ്സിൽ. എനിവേ ദേ ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൾട്ട് ടു ബാലൻസ് ദ നോൺ ആൻഡ് ദ അൺനോൺ വിച്ച് റിസൾട്ടഡ് ഇൻ ബ്ലെൻഡിങ് ഓഫ് ഫാക്ട് ആൻഡ് ഫിക്ഷൻ. അറിയാവുന്നതും അറിയാത്തതും, കുറച്ച് അവരുടെ തോട്ട്സും അവർക്ക് ക്ലാരിറ്റി ഇല്ലാത്തതും അവരറിയുന്നതും ഒക്കെ കുറച്ചൊരു മിക്സപ്പ് ആവാൻ തുടങ്ങി. അപ്പോൾ ഫാക്റ്റും ഫിക്ഷനും, റിയൽ ആയിട്ടുള്ള കാര്യങ്ങളും ഫാക്റ്റും ഫിക്ഷനും തമ്മിലൊരു ബ്ലെൻഡിങ്, ഒരു മിക്സ്ചർ വന്നു അവിടെ. ഓക്കെ, വിത്ത് ട്രാവൽ ബുക്സ് സെർവിങ് ബോത്ത് ആസ് വെഹിക്കിൾസ് ഫോർ നോളജ് ആൻഡ് എ സോഴ്സ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ട്രാവൽ ബുക്സ് ഒരു സോഴ്സ് ഓഫ് നോളജും ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ വെഹിക്കിൾ ഫോർ നോളജ് എന്ന് പറഞ്ഞാൽ നോളജിൻ്റെ ഒരു വഴിയാണ്, പക്ഷേ ഒരു സോഴ്സ് ഓഫ് എൻ്റർടൈൻമെൻറ്റും കൂടിയാണ്. അപ്പോൾ ഒരു മിക്സ്ഡാണ്, ഒരു പ്രോപ്പർ ട്രാവൽ റൈറ്റിംഗ് എന്ന് പറയാനായിട്ടില്ലായിരുന്നു. ഇതാണിത് കയോട്ടിക് ആണ് എന്ന് പറയുന്നത്. സോ ഇറ്റ് വാസ് ഡിഫിക്കൾട്ട് ടു ഹാവ് എ ബാലൻസ് ബിറ്റ്വീൻ ദ നോൺ ആൻഡ് അൺനോൺ. അറിയാവുന്നതും അറിയാത്തതും അല്ലെങ്കിൽ ഫാക്റ്റും ഫിക്ഷനും തമ്മിലൊക്കെ ഒരു സെപ്പറേഷൻ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൾട്ടായിരുന്നു. ഓക്കെ, ബിക്കോസ് അന്ന് കുറേ കാര്യങ്ങൾ അറിയാത്തതുണ്ട്, അന്ന് പ്രോപ്പർ മാപ്പുകളില്ല, അത്ര ആൾക്കാർ ട്രാവൽ ചെയ്യുന്നില്ല, എന്താണ് ട്രാവൽ റൈറ്റിംഗ് എന്ന് സ്പെസിഫിക് ആയിട്ട് ട്രാവൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് ട്രാവൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഭാഗം തന്നെ ഉണ്ട്, ഒരു സ്റ്റഡീസ് തന്നെ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ആ ഒരു എക്സെപ്റ്റിൽ പറയുന്നത് എന്താ നോക്കാം. It should be clear by now that early modern travel writing was so varied that it may not even be appropriate to describe it as a single genre. അപ്പോൾ ഏർലി മോഡേൺ ട്രാവൽ റൈറ്റിംഗ് എന്നാണ് ഈ പറയുന്നത്. ഓക്കെ, ഏർലി മോഡേൺ ട്രാവൽ റൈറ്റിംഗ്. ഏർലി മോഡേൺ ട്രാവൽ റൈറ്റിംഗ് ഒരു സിംഗിൾ ജോണറായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പോലും പറ്റില്ലായിരുന്നു. ഓക്കെ,
The style and tone of text could vary widely, and their organization always seemed prone to reproduce the haphazard nature of travels they described. അപ്പം കുറേ പ്രശ്നങ്ങൾ അതിലുണ്ടായിരുന്നു. ഒരു മിക്സ്ചറായിരുന്നു. പ്രോപ്പറായിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സിംഗിൾ ജോണർ ആക്കിയിട്ടൊക്കെ എന്തിൻ്റെയൊക്കെയോ ഒരു മിക്സ്ചറായിരുന്നു ഏർലി മോഡേൺ ട്രാവൽ റൈറ്റിംഗ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, തോമസ് ഹെർബർട്ട് ആസ്ഡ് ഹിസ് റീഡേഴ്സ്, ഒരു ഓഥറാണ്, ഹി ആസ്ഡ് ഹിസ് റീഡേഴ്സ് ഫോർ ദ ഹെൽപ്പ്. റീഡേഴ്സിനോട് ചോദിക്കുകയാണ്, ടു കോൾ ഹോം മൈ ഇറ്റിനറൻറ്റ് നോഷൻസ്. ഹി പോയിന്റ് ഔട്ട് ദാറ്റ് ഇഫ് മൈ തോട്ട്സ് ഹാവ് വാണ്ടേർഡ് ഐ മസ്റ്റ് ഇൻട്രീറ്റ് ദ വെൽ ബ്രെഡ് റീഡർ ടു റിമെമ്പർ. ഐ ഹാവ് വാണ്ടേർഡ് ത്രൂ മെനി ഡെസേർട്സ്. ഓക്കെ, അപ്പം എൻ്റെ ഇറ്റിനറി നോഷൻസ്, എൻ്റെ നോഷൻസിനെ തിരിച്ച് വീട്ടിലേക്ക് വിളിക്കാൻ ഞാൻ വാണ്ടർ ചെയ്താൽ, എൻ്റെ തോട്ട്സ് വാണ്ടർ ചെയ്താൽ, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ, ഐ മസ്റ്റ് ഇൻട്രീറ്റ് ദ വെൽ ബ്രെഡ് റീഡർ ടു റിമെമ്പർ ഐ ഹാവ് വാണ്ടേർഡ് ത്രൂ മെനി ഡെസേർട്സ്. അപ്പം റീഡറിനെ ഇങ്ങനെ റിമെമ്പർ ചെയ്യിപ്പിക്കും, ഹി ഹാവ് വാണ്ടേർഡ് ത്രൂ മെനി ഡെസേർട്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കൺവേ ചെയ്യാനുണ്ടാവും. ഓക്കെ, സോ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഫാക്റ്റും ഫിക്ഷനും, കുറേ ഫിക്ഷനും ഇൻക്ലൂഡ് ആവുന്നുണ്ട്, ഇല്ലാത്ത കാര്യങ്ങൾ, കുറച്ച് തോട്ട്സൊക്കെ ഇൻക്ലൂഡ് ആവും അന്നത്തെ ഒരു ട്രാവൽ റൈറ്റിങ്ങിൽ. ഓക്കെ, അന്നത് സിംഗിൾ ജോണറായി മാറിയിട്ടില്ല. ഇനി ഈ ഒരു ചാപ്റ്ററിൽ അധികം പറയുന്നത് ഫസ്റ്റ് ചാപ്റ്ററാണ്. ഇതിൽ 16th സെഞ്ച്വറിയിലെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ ഒരു 18th 19th സെഞ്ച്വറിയിലെ ട്രാവൽ റൈറ്റിങ്ങിനെ പറ്റിയാണ് സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ഉള്ളത്. ഓക്കെ, എനിവേ, ബൈ ദ എൻഡ് ഓഫ് 16th century, however, the most characteristic form was the report or relation. അപ്പോൾ 16th സെഞ്ച്വറിൻ്റെ ലാസ്റ്റ് ആയപ്പോഴേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ റിപ്പോർട്ട് അല്ലെങ്കിൽ റിലേഷൻ എന്ന് പറഞ്ഞൊരു ഫോം വന്നു. അതിൽ ജോഗ്രഫിക് ആൻഡ് എത്നോഗ്രഫിക് ഒബ്സർവേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, then maps were an obvious adjunct to travel narratives, but they are less common than we might expect. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും എത്രയോ ലെസ് കോമൺ ആണ് മാപ്സ് അങ്ങനെ ഇല്ലായിരുന്നു. ഒന്നെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് മാപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ടു പ്രൊഡ്യൂസ്. ഒരു മാപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്. എല്ലാ സ്ഥലങ്ങളിലും പോവുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്താലല്ലേ മാപ്പ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു മാപ്പ്, ഇന്നത്തെ ഗൂഗിൾ മാപ്പ് സംഭവങ്ങളൊന്നും ഇല്ലാതെ ഒരു മാപ്പ് ഉണ്ടാക്കുന്ന ആലോചിച്ച് നോക്കുക. ഓക്കെ, ദെൻ മാപ്പ് അല്ലെങ്കിൽ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓർ ട്രേഡ് സീക്രറ്റ് ആയിരുന്നു. ഓക്കെ, പല വഴികളും സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ട്രേഡ് സീക്രറ്റ് വഴികളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് അങ്ങനെ ഒരു പ്രോപ്പർ മാപ്പില്ല. Even the earliest English travel writing was marked by complex rhetorical strategies. Its authors had to balance the known and the unknown, the traditional imperatives of persuasion and entertainment, and their individual interest with those of their patrons, employers and monarchs. Okay, അപ്പം ഈ നോണും അൺനോണും തമ്മിൽ ഒരു ബാലൻസ് കൊണ്ടുവരണമായിരുന്നു ഓതേഴ്സിന്. പിന്നെ അതുമാത്രം പോരാ, അവരെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റും ആൻഡ് ദോസ് വിത്ത് ദിയർ പാട്രൻസ്, അവരെ പാട്രൻസ്, എംപ്ലോയേഴ്സ്, അവരെ എംപ്ലോയ് ചെയ്യുന്ന ആൾക്കാർ, മോണാക്സ്, റൂൾ ചെയ്യുന്ന ആൾക്കാർ, ഇവരുടെയൊക്കെ ഇൻട്രസ്റ്റും കൂടെ നോക്കണമായിരുന്നു. ഓക്കെ, സോ ഇതൊക്കെ കാരണം ഏർലി മോഡേൺ ട്രാവൽ റൈറ്റേഴ്സ് വെർ ഓഫൻ ടോൺ ബിറ്റ്വീൻ ഗിവിങ് പ്ലഷർ ആൻഡ് പ്രൊവൈഡിങ് പ്രാക്ടിക്കൽ ഗൈഡൻസ് ബിറ്റ്വീൻ ലോക്കിംഗ് ആൻഡ് നരേറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇവരാകെ ഒരു പ്രശ്നത്തിലായിരുന്നു. പ്ലഷർ കൊടുക്കണോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഗൈഡൻസ് കൊടുക്കണോ, എൻ്റർടൈൻമെൻറ്റ് കൊടുക്കണോ, അല്ലെങ്കിൽ അവർക്ക് ട്രാവൽ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ, ഒരു ഗൈഡൻസ് കൊടുക്കണോ എന്നൊക്കെയുള്ള കാര്യത്തിലൊക്കെ. സോ ട്രാവൽ റൈറ്റേഴ്സ് വർ വെരി കൺഫ്യൂസ്ഡ് ഇൻ ദോസ് പീരിയഡ്. സോ അങ്ങനത്തെ കുറേ ചാലഞ്ചസ് ദോസ് ലെഫ്റ്റ് ട്രാവൽ റൈറ്റേഴ്സ് വിത്ത് എ ഹ്യൂജ് പ്രോബ്ലംസ് ഓഫ് ഒതൻറ്റിസിറ്റി ആൻഡ് ക്രെഡിബിലിറ്റി. അപ്പം ഒതൻറ്റിസിറ്റിയും ക്രെഡിബിലിറ്റി അവിടെ പ്രശ്നമായി വന്നു. കുറച്ച് ഫിക്ഷണൽ കാര്യങ്ങളൊക്കെ വന്നാൽ അവിടെ അത് എത്രത്തോളം ആ ഒരു വർക്ക് ഒതൻറ്റിക് ആണ്, ക്രെഡിബിൾ ആണ് എന്നുള്ള കാര്യത്തിലൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുമല്ലോ. ഓക്കെ, then modern attempts to define travel writing have often sought to limit the genre to true accounts of actual travels. അപ്പോൾ ഇപ്പോൾ ട്രാവൽ റൈറ്റിങ്ങിനെ ഒന്നും കൂടി പ്രിസൈസ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ നോക്കുകയാണല്ലോ. സോ മോഡേൺ അറ്റംപ്റ്റ്സ് ടു ഡിഫൈൻ ട്രാവൽ റൈറ്റിംഗ് have often sought to limit the genre to true accounts of actual travels. അപ്പോൾ ആ ഒരു ജോണറിനെ ട്രൂ അക്കൗണ്ട്സ് ഓഫ് ആക്ച്വൽ ട്രാവലിൻ്റെ ട്രൂ അക്കൗണ്ട്സ് മാത്രം, യഥാർത്ഥത്തിൽ ട്രാവൽ ചെയ്ത് ട്രാവലിനെ പറ്റി മാത്രം പറയുക, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് റൈറ്റിങ്ങിലേക്ക് ലിമിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ട്രാവൽ റൈറ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ. അല്ലെങ്കിൽ പുതിയതായിട്ട് ട്രാവൽ റൈറ്റിങ്ങിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അത്രയും ലിമിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓഥർ പറയുന്ന രസകരമായൊരു കാര്യം, ഇഫ് ട്രാവൽ ബുക്സ് ഗേവ് ട്രാവലേഴ്സ് ലൈസൻസ് ടു റൈറ്റ്, ട്രാവൽ ബുക്ക് ട്രാവലേഴ്സിന് എഴുതാനുള്ള ലൈസൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദേ ഓൾസോ ഗേവ് റൈറ്റേഴ്സ് ലൈസൻസ് ടു ട്രാവൽ, അവർ റൈറ്റേഴ്സിന് ട്രാവൽ ചെയ്യാനുള്ള ലൈസൻസും കൂടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാണ്. ദെൻ പറയാണ്, ഓതേഴ്സ് പ്ലേഡ് വിത്ത് ദ ബൗണ്ടറീസ് ബിറ്റ്വീൻ ഐ വിറ്റ്നസ് ടെസ്റ്റിമണി. അപ്പോൾ ഐ വിറ്റ്നസ്, സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ കാര്യം വേറൊരാളിൽ നിന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത്, ആൻഡ് ഔട്ട് റൈറ്റ് ഇൻവെൻഷൻ, ആൻഡ് റീഡേഴ്സ് വെർ ഓഫൻ അൺഷുവർ വെദർ ദേ വെർ റീഡിങ് ട്രൂത്ത് ഓർ ഫിക്ഷൻ. അപ്പോൾ റീഡേഴ്സ്
അവർ ട്രൂത്താണോ അല്ലെങ്കിൽ ഫിക്ഷൻ ആണോ വായിക്കുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം അതിൽ മറ്റുള്ളവരിൽ നിന്നും പറഞ്ഞു കേട്ടതുണ്ടാവാം. ഓക്കെ, ഓതേഴ്സ് ആൻഡ് റീഡേഴ്സ് വെർ ബോത്ത് അവെയർ ഓഫ് ദ ഫാക്ട് ദാറ്റ് ട്രാവൽസ് വെർ ട്രാൻസ്മിറ്റഡ് ആൻഡ് ഷേപ്ഡ് ബൈ ടെക്സ്ച്വൽ അക്കൗണ്ട്സ്. ട്രാവൽ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോയതും ഷേപ്പ് ചെയ്തതും ഈ ടെക്സ്ച്വൽ അക്കൗണ്ട്സ് ഓരോരുത്തരെ പറ്റി ഇങ്ങനെ എഴുതിയതും റീഡിങ്സിലൂടെയൊക്കെയാണ് ട്രാവൽ എനിവേ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തത്. ദെൻ ലിത്ഗോ എന്ന് പറയുന്ന റൈറ്ററിൻ്റെ കാര്യം പറയുന്നുണ്ട്. ലിത്ഗോ ആസ്ക്ഡ് ഹിസ് റീഡേഴ്സ് ടു അക്കമ്പനി ഹിം ഇൻ മൈ ടു ഫോൾഡ് പിൽഗ്രിമേജ്. അദ്ദേഹത്തിൻ്റെ ഒരു ടു ഫോൾഡ് പിൽഗ്രിമേജിൽ അദ്ദേഹത്തിന് അക്കമ്പനി ചെയ്യാൻ പറഞ്ഞു. അത് ടു ഫോൾഡ് പിൽഗ്രിമേജ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ 2 ഫോൾഡ് ഉണ്ട് ആ പിൽഗ്രിമേജിന്. ഒന്നെന്താ, ആ ഒരു യാത്രക്ക് ഫസ്റ്റ് ഇൻ മൈ പേഴ്സണൽ പ്രോഗ്രസ് ടു ദീസ് ഫേമസ് പ്ലേസസ് ആൻഡ് നെക്സ്റ്റ്, അപ്പോൾ ഒന്ന് ഒരു പേഴ്സണൽ പ്രോഗ്രസ് ആണ്, ആ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പേഴ്സണൽ പ്രോഗ്രസ്, അത് ഒരു ഫോൾഡ്. അടുത്ത ഫോൾഡ് എന്താ, സെക്കൻഡ് പെരിഗ്രിനേഷൻ ഓഫ് മൈൻഡ് ഇൻ റിന്യൂയിങ് ദ സെയിം ഇൻ ദ മാപ്പ് ഓഫ് മൈ ഓൺ മെമ്മറി. മെമ്മറിയിൽ അതിങ്ങനെ ഒന്നും കൂടെ റീകോൾ ചെയ്തെടുക്കുക. അപ്പോൾ റൈറ്റിംഗ് ചെയ്യുമ്പം അവർ കണ്ടതും ഒക്കെ ഒന്നും കൂടെ റീകോൾ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ ആക്ച്വലി 2 പ്രാവശ്യം ആ ഒരു പിൽഗ്രിമേജ്, ആ ഒരു യാത്ര പോകുന്നുണ്ട് ഒരു റൈറ്റർ, ഒരു ഓഥർ എന്ന് പറയാം. അതാണ് 2 ഫോൾഡ് പിൽഗ്രിമേജ് എന്ന് പറയാം. അപ്പോൾ റീഡേഴ്സിനോട് അക്കമ്പനി ഹിം ഇൻ ഹിസ് 2 ഫോൾഡ് പിൽഗ്രിമേജ് എന്ന് പറയുകയാണ്. സോ ട്രാവൽ റൈറ്റിങ്ങിൻ്റെ ഒരു സ്റ്റാർട്ടിങ്, ഏർലി മോഡേൺ ട്രാവൽ റൈറ്റിംഗ്, അതിനെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഏർലി മോഡേൺ ട്രാവൽ റൈറ്റിംഗ്, പണ്ടത്തെ മോഡേൺ ട്രാവൽ റൈറ്റിംഗ്. അപ്പം മെയിൻ എന്ന് പറഞ്ഞാൽ അത് കയോട്ടിക്കാണ്, നോണും അൺനോണും തമ്മിലൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ അതൊരു ജോഗ്രഫിക് ആൻഡ് എത്നോഗ്രഫിക് ഒബ്സർവേഷൻസ് ആണ് ഉണ്ടാവുക. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദ കാംബ്രിഡ്ജ് കമ്പാനിയൻ ടു ട്രാവൽ റൈറ്റിങ്ങിലെ ഒരു പീസാണിത്. ഹൈലി കയോട്ടിക് ആയിരുന്നു അന്നത്തെ ട്രാവൽ റൈറ്റിംഗ്. പിന്നെ കുറച്ച് സ്ട്രക്ചേർഡ് ഫോമിലേക്കായത് ഇൻ ദ ലേറ്റ് 16th സെഞ്ചുറിയിലാണ്. റിപ്പോർട്ട് അല്ലെങ്കിൽ റിലേഷൻ എന്നാണ് ആ ഫോമിൻ്റെ പേര്. ഓക്കെ, അതിൽ ജോഗ്രഫിക് ആൻഡ് എത്നോഗ്രഫിക് ഒബ്സർവേഷൻസ് ആണ് ഉണ്ടാവുക. പിന്നെ ഒരു സിംഗിൾ ജോണർ ആയിരുന്നില്ല, ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, കയോട്ടിക് ആയിരുന്നു. ഓക്കെ, മാപ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. മാപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയിരുന്നു, മാപ്പ് ട്രേഡ് സീക്രട്ട് ആയിരുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. മെയിൻലി ആ ഒരു നോൺ അൺനോൺ, ഫാക്ട് ഫിക്ഷൻ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതും, ഒരു സിംഗിൾ ജോണറാക്കി ട്രാവൽ റൈറ്റിങ്ങിനെ പറയാൻ പറ്റാത്തതും, അങ്ങനത്തെ 16th സെഞ്ചുറിയിലെ കുറച്ച് പ്രോബ്ലംസും അന്നത്തെ ഓതേഴ്സിൻ്റെ ഒരു അവസ്ഥ ഒക്കെയാണ് പറയുന്നത്. ഓക്കെ, so these are the important points you have to look in this chapter. So that's all about this chapter. Hope this video was useful for you. Thank you for watching.